എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാട്ടുമരുന്നുണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം ചേരുവകളാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തെല്ലാം ചേരുവകളാണെന്ന് ആദ്യം നോക്കാം. ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും പച്ചക്കുരുമുളകും ഉപയോഗിച്ചാണ് നമ്മൾ നാട്ടുമരുന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ആര്യവേപ്പിൻ്റെ ഇല നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഊരിയെടുക്കാം. ഇലയുടെ അടിയിലായിട്ട് ചിലപ്പോൾ ചില ജീവികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടാവും. ചില ചിലന്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഇലയുടെ അടിഭാഗത്താണ് അവർ കൂട് കൂട്ടുന്നത്. അപ്പോൾ അത് നോക്കി വൃത്തിയായിട്ടെടുക്കാം. അതിനുശേഷം പച്ചക്കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിറയെ കായ്കളുള്ളതാണെങ്കിൽ വലിയ ഒരു തിരിമുളക് മതി. അത് നമുക്ക് ഇലയുടെ കൂടത്തിലേക്ക് അടർത്തി ഇടാനായിട്ട് കഴിയും. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാം അടർത്തി ഇടുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു പച്ചമഞ്ഞളാണ് എടുക്കാൻ പോകുന്നത്. ഈ പച്ചമഞ്ഞൾ ചതച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ചിലപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ അരഞ്ഞു കിട്ടാതെ കിടക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടും. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയെങ്കിലാണ് നമുക്ക് നമ്മുടെ മുട്ടക്കോഴികൾക്കും കാടക്കോഴികൾക്കും ഒക്കെ നമ്മളിതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ നമ്മൾ തീറ്റയുടെ കൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നേരിട്ട് കൊടുക്കാതെ തീറ്റയിലോ വെള്ളത്തിലോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതിനെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും പച്ചക്കുരുമുളകും ഒക്കെ വളരെയധികം ഗുണമുള്ള സാധനങ്ങളാണ്. പച്ചമഞ്ഞളാണെങ്കിലും വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള ഒന്നാണ്. അപ്പം നമ്മുടെ കോഴികൾക്ക് രോഗങ്ങൾ വരാൻ നോക്കിയിരിക്കാതെ അതിന് മുന്നേ, അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കൊടുക്കാം. ഞാനിവിടെ വെള്ളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്കവാറും ഞാനിങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്ത് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേക അളവോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളം നന്നായി ഒന്ന് നിറമാറി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഈ കുപ്പി ഒന്ന് അടച്ചു കൊടുക്കാം. ഇതുപോലെ അടപ്പ് വെച്ചാണ് നമ്മൾ അടയ്ക്കുന്നത്. അടച്ചതിന് ശേഷം കുപ്പി തലകീഴായാണ് നമ്മുടെ കൂടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് നമ്മുടെ കോഴികൾ കുടിച്ച് തീർക്കുകയും ചെയ്യും. മരുന്നിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കോഴികൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നിപ്പിൾ സിസ്റ്റത്തിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടാങ്കിൻ്റെ അടിയിൽ വന്ന് ഊറിക്കിടക്കുകയും എല്ലാം നമ്മുടെ കോഴികൾക്ക് കിട്ടുകയുമില്ല. തന്നെയുമല്ല, പൊടികളെല്ലാം വന്ന് നിപ്പിൾ സിസ്റ്റം ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ കുപ്പികളിൽ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതാണ് വളരെയധികം നല്ലത്. ഞാനിവിടെ എൻ്റെ എല്ലാ കൂടുകളിലും ഇതുപോലെ കുപ്പികൾ കെട്ടി എല്ലാവർക്കും വെള്ളം കെട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇത് മുഴുവനായിട്ടും കുടിച്ച് തീർക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കുറുകൽ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തുമ്മൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും കാഷ്ടത്തിൽ വെള്ള നിറം കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഈ മരുന്ന് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുപോലെ മുട്ടക്കോഴികളെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.